ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മേക്കിംഗ് വീഡിയോ കണ്ടാലോ? ഇതാണ് സാധനം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുള്ളായിരുന്നു. ഒന്നോ രണ്ടോ പേരാ ചോദിച്ചെങ്കിലും നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടിയായിട്ട് ആ മേക്കിംഗ് വീഡിയോ നമുക്ക് കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൂ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന മെയിനായിട്ട് ഈ കളറിലെ പാളയാണ്. നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിനായിട്ട് നിർത്തിയിരിക്കുന്ന ചെറിയ കവുങ്ങുണ്ടല്ലോ, ഒരു റെഡ് കളറൊക്കെ വരുന്നത്, അതിൻ്റെ പാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പരീക്ഷണം എന്നോളമാണ്. യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി ഇതേപോലെ വേറെ ആരെങ്കിലും പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ആരുടെയും വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ആദ്യമേ ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഈ ഒരു കളറിലെ പാള വെച്ച് ചെയ്യുന്ന ഒരു പൂവ്. അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന വൈറ്റ് കളർ വരുന്ന പാളയുണ്ടല്ലോ, അത് നമ്മൾ ഉണങ്ങിയിരുന്നാലും നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് യാതൊരു പ്രയാസമൊന്നുമില്ല. പക്ഷേ ഈ കളറിലെ ഒരു പാള നമ്മൾ ഉണങ്ങിയിരിക്കുമ്പോൾ കട്ട് ചെയ്യാൻ വളരെ പ്രയാസമാണ്. വേറെ വഴിക്കൊക്കെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പെറ്റൽസ് കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തതിന് ശേഷം ഒരു ഫ്ലെക്സിബിൾ ആകുന്ന ഒരു ടൈപ്പ് ആകുന്ന സമയത്ത് മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന സാധാരണ ഒരു പാളയം കൂടെ എടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ വരുന്ന ഒരു പൂമ്പൊടി പോലെ ആക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് കുതിർത്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം വേണം നമ്മൾ ഈർക്കിലിയുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഈർക്കിലിയുമായിട്ട് കെട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ മുറുകിയിരിക്കും. അല്ലാതെ ഉണങ്ങിയിരിക്കുമ്പോൾ തന്നെ കെട്ടുമ്പോൾ തന്നെ അതിന് അത്ര രീതിയിലുള്ള മുറുക്കം കിട്ടത്തില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണ തയ്യലിനെടുക്കുന്ന നൂലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പെറ്റൽസും ഇതിലേക്ക് നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ പൂമ്പൊടി കെട്ടിയതുപോലെ അത്ര നല്ല മുറുക്കത്തിൽ നമുക്ക് ഈ ഇതളുകൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് മുറുക്കത്തിൽ ഇതളുകൾ കെട്ടാൻ വേണ്ടി പാടില്ല. നമ്മൾ ഓരോ ഇതളുകൾ കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് അതും പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അഥവാ പൊട്ടിപ്പോകുവാണെന്നുണ്ടെങ്കിൽ കീറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതളുകൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് വരിക. അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഒന്ന് ഇതളുകൾ കെട്ടിയാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനെടുത്ത പാളയ്ക്ക് ഇച്ചിരി നീളക്കുറവായതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ പെറ്റൽ കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പെറ്റൽസ് എനിക്ക് ഈ ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറമെ ഓരോ പെറ്റൽസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് മുറിയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാവേ. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ പെറ്റൽസ് ഇതേപോലെ നൂർന്നിരിക്കത്തില്ല, അല്പം വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ആയിരിക്കും. ഇത്രയും തന്നെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇൻസ്റ്റാഗ്രാം വഴിയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് കണ്ട ഈ പൂ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പെറ്റൽസ് എല്ലാം ചുരുണ്ട് വന്നേക്കുന്നതുണ്ടോ? അങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പെറ്റൽസ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് ഞാൻ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഡ്രൈ ഗ്രാസും കൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂക്കൾ മാത്രമായിട്ടാണ്, ഡ്രൈ ഗ്രാസും കൂടെ ഇരിക്കുമ്പോഴാണ് ഭംഗി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഒരു ഹൃദയം തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.